ഹലോ ഗെയ്സ്, നമ്മൾ ചിക്കൻ കാരും വേപ്പലയും മുറിച്ച കുഞ്ഞു കോഴിയും ആയിട്ട് നമ്മൾ ചോദിക്കാൻ പോവാ. നമുക്കിതിടാം. റെഡി, 1 2 3 മാറിക്കോ. അംഗൻവാടിയിൽ നിന്ന് വന്ന വിഷുവിനെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആയിട്ടോ ഇന്നുണ്ടാക്കി കൊടുക്കുന്നത്. ഇതങ്ങനെ പതിവുള്ളതൊന്നുമല്ല. ഞങ്ങൾ ബ്രെഡ് വാങ്ങുമ്പോഴത്തേക്കും ബട്ടർ ഇട്ട് എന്തായാലും ടോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കോളിഫ്ലവറാണ് നമ്മൾ ഒരു മസാലക്കറിയായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് വീട്ടിൽ ചിക്കൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന കാഴ്ചയില്ലേ, ഇത് ഞങ്ങളുടെ വീട്ടിൽ അപൂർവമായിട്ട് സംഭവിക്കുന്നത് കേട്ടോ. ഇന്ന് കണ്ണൻ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതും കാരണം മറ്റൊന്നുമല്ല, ഇന്ന് എൻ്റെ അനിയനും അനിയത്തിക്ക് നമ്മളൊരു വിരുന്ന് കൊടുക്കുക. അവരെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഡെസേർട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ബിരിയാണിയും ഡെസേർട്ടുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെസേർട്ടിനാണെങ്കിൽ കസ്റ്റാർഡ് പൗഡർ നമ്മൾ കുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാലിനകത്തോട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്ത് തണുക്കാൻ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയാണ്. അങ്ങനെ ഫ്രൂട്ട് സലാഡിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഈ പാത്രത്തിലാട്ടോ നമ്മളിവിടെ നമുക്ക് റൈസ് വേവിക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും എല്ലാം കൂടി ഒഴിച്ചിട്ട് നമ്മൾ റൈസ് വെക്കാനുള്ള തത്രപ്പാടില്ല കേട്ടോ. എന്നിട്ട് മറ്റൊരു സ്റ്റൗവിലേക്ക് നമ്മൾ ചിക്കനുള്ള ഗ്രേവിയും കൂടെ തയ്യാറാക്കാൻ. അപ്പോൾ ഉള്ളിയൊക്കെ നമ്മളൊരു സൈഡിൽ ഇങ്ങനെ വഴിച്ചിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചോറിൻ്റെ വേവ്, അതായത് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു. ഞാനിവിടെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് മറ്റേത് കുറച്ച് പാടായിട്ടാണ് തോന്നുന്നത്. കാരണം എൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് എനിക്ക് ഊറ്റി കളയാൻ വലിയ പാട്. അതുമല്ല, വെള്ളം അങ്ങനെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ മൊത്തം പണിയാവും. അതുകൊണ്ട് എനിക്കിതാണ് സൗകര്യം. അതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളം കണക്കിന് വെച്ചിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. അതാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വെന്തും കിട്ടും. നമ്മൾ വെള്ളം ഊറ്റി ബുദ്ധിമുട്ടണ്ട. കണ്ടത് നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം വെക്കും. കാരണം എന്ന് വെച്ചാൽ ദം ഇടുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഈർപ്പതിൽ നിൽക്കണം. അതുകൊണ്ട് കുറച്ചൊരു ഈർപ്പം ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇനി ഇതുപോലെ അടച്ചങ്ങ് വെച്ചേക്കാം. പിന്നെ അതാ ഇവിടെ നമ്മുടെ ഉള്ളി വഴിച്ചതിനകത്തോട്ട് നമ്മുടെ പൊടികളായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ ഇതുണ്ട് മുളക് പൊടി പാത്തിരിക്കുക, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം. നോർമൽ നമ്മളൊരു ചിക്കൻ കറി വെക്കത്തില്ലേ, ആ ഒരു ചിക്കൻ കറി വെച്ച് ഈ റൈസും കൂടി എടുത്തിട്ട് ദം ചെയ്തെടുത്ത് നമ്മുടെ ബിരിയാണി എളുപ്പം. ഞാൻ നോക്കിയിട്ട് നമ്മൾ ചോറും കറിയൊക്കെ വെക്കുന്നതിനെക്കാട്ടിൽ എന്തെളുപ്പമല്ലേ ഈ ബിരിയാണി വെക്കാനും. ഇത് നമ്മളിവിടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അന്ന് അവിടെ നിന്ന് വേവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വറുത്തെടുക്കാനുള്ള സാധനങ്ങളെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് വേവുകയാണ്. ഇതാ ഇവിടെ വറുത്തെടുക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സവോളയൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും എല്ലാം കൂടെ വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദമ്മിടാനുള്ള സംഭവങ്ങളൊക്കെ ആയി. അപ്പോഴത്തേക്കാണ് നമ്മുടെ കുട്ടിപ്പപ്പടം നമ്മൾ വറുത്തില്ലല്ലോ എന്നോർത്ത്. ഇത് ഞങ്ങൾ സപ്ലൈകോയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. വിഷുവിന് ഭയങ്കര ഇഷ്ടമായി കുട്ടിപ്പപ്പടം. അങ്ങനെ ഞങ്ങളെ ചെറുത് നോക്കിയെടുത്തതാണ്. അങ്ങനെ ഞാനും അവനും കൂടി ഇട്ട പേരാണ് കുട്ടിപ്പപ്പടം. അങ്ങനെ നമ്മൾ പപ്പടം വറുത്തു. ഇനി സാലഡും കൂടെ ഒന്നും ഉണ്ടാക്കാനുണ്ട്. അപ്പോഴത്തേക്കും ഏകദേശം നമുക്ക് എല്ലാം സെറ്റാവും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മൾ ദമ്മിടുക കേട്ടോ. ഞാൻ ദമ്മിട്ടാൽ കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ കണ്ണച്ചേട്ടനെ കൊണ്ടാണ് എല്ലാ പ്രാവശ്യവും ദമ്മ് ചെയ്യിക്കുന്നത്. സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പുള്ളി എനിക്ക് ദമ്മിട്ട് തന്നോളും. അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ കറിയുടെ മുകളിൽ ചോറിട്ടു. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ കുറച്ച് മിൻറ്റും അതുപോലെ തന്നെ മല്ലിയിലെല്ലാം കൂടെ നമ്മൾ അരിഞ്ഞിട്ടു. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പ് തന്നെയാണല്ലോ ക്യാഷ്നട്ട്. നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും എല്ലാം കൂടി ഇട്ടു. ഇനി സ്റ്റെപ്പ് തീർന്നിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് നെയ്യൊന്ന് ചൂടാക്കണം. നെയ്യൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ആ നെയ്യും കൂടെ ഇതിന് മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ നമ്മുടെ ദമ്മ് സെറ്റ് ആവത്തുള്ളൂ. അങ്ങനെ നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ചൊഴിച്ചിരുന്ന് വിളിച്ച് നമ്മൾ വരുത്തി. കാരണം വിഷുവിന് ഉറക്കം വന്നുകൊണ്ട് അവർ ലേറ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ. നമ്മൾ പിന്നെ അവരെ വിളിച്ച് വരുത്തി. അങ്ങനെ ഇതാണ് നമ്മുടെ പെണ്ണും ചെറുക്കനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് അപർണ പ്രസാദ്. അവളെ അക്കുവെന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ. ഇതാണ് പ്രവീൺ. അപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 1-2 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇവർക്കാണ് നമ്മളിന്ന് വിരുന്ന് കൊടുക്കുന്നത്. അതൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സെറ്റായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ബിരിയാണി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ കണിച്ചേട്ടൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അവരിന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കഥയും പറഞ്ഞിരുന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാനങ്ങ് മറന്നുപോയി. അക്കു പിന്നെ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അവളുടെ കുറച്ച് വീഡിയോ എടുത്തു. ലാസ്റ്റ് നമ്മൾ പ്രവീണിൻ്റെ അടുത്ത് ചോദിച്ചു ബിരിയാണി എങ്ങനെയുണ്ട്. അപ്പോൾ പറഞ്ഞ് സൂപ്പറാന്ന്. പിന്നെ നമ്മൾ ചോദിച്ചു കസ്റ്റാർഡ് എങ്ങനെയുണ്ട്. സൂപ്പറാന്ന്. കൊള്ളത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞാലേ വീട്ടിൽ നിന്ന് വിടത്തില്ല.